ഹായ് ഓൾ, ഞാൻ അമൽ ജോസ്. ആത്മയുടെ അഗ്രോണമി JRF കോച്ചിങ്ങിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലൂടെ ഒന്നാമത്തെ ലെക്ചർ നമ്മളിവിടെ പരിചയപ്പെടാൻ പോവുകയാണ്. അതിനു മുമ്പ് തന്നെ നമുക്കറിയാം ICRൻ്റെ റിസൾട്ട് വന്നു. JRFനും SRFനും PGക്കും PhDക്കും കുറേ പേർക്ക് നല്ല റാങ്ക് കിട്ടി. അപ്പം നന്നായി എഫേർട്ട് എടുത്ത് പഠിച്ച് നല്ല റാങ്ക് മേടിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഓക്കെ, ഈ ഒരു ലെക്ചറിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഗ്രോണമിയുടെ ഒരു മീനിങ്, ഡെഫിനിഷൻ, അതിൻ്റെ ഒരു കുറച്ച് ഹിസ്റ്റോറിക്കൽ പാർട്ട്, അതുപോലെ മേജർ സയൻറ്റിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻസ്, അഗ്രോ ക്ലൈമാറ്റിക് സോൺസ്, അഗ്രോ ഇക്കോളജിക്കൽ സോൺസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇത്രയും ഭാഗമാണ് കവർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഒരു ഇത്രയും ഭാഗങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സ് നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ റെഫറൻസ് ബുക്സിൽ നിന്ന് നിങ്ങൾ നോക്കി കൂടുതൽ വായിക്കുക. പറയുവാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഗ്രോണമി ബൈ SR റെഡ്ഡിയിലും വെള്ളമന്ത് റെഡ്ഡിയിലും ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മെയിനായിട്ട് കവർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അത് ജനറൽ അഗ്രികൾച്ചറിൻ്റെ ബുക്സിൽ കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം വായിക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് സോൾവ് ചെയ്യുക. പിന്നെ ഈ അഗ്രോ ഇക്കോളജിക്കൽ സോൺസും ക്ലൈമാറ്റിക്കൽ സോൺസും ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു അഗ്രി മെറ്റീരിയൽ, അതായത് ആൻഗ്രോ മെറ്റീരിയൽ ഞാൻ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അതിൻ്റെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. അത് ഫർദർ റീഡിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പം അഗ്രോണമിയുടെ ഡെഫിനേഷനും മീനിങ് നോക്കുമ്പം അഗ്രികൾച്ചർ എന്ന് പറഞ്ഞൊരു വേർഡ് നമുക്കറിയാം ഒരു ലാറ്റിൻ വേർഡാണ്. അതുപോലെ അഗ്രോണമി എന്ന് പറഞ്ഞ വേർഡ് ഒരു ഗ്രീക്ക് വേർഡാണ്. അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ അഗ്രോസ്, നോമോസ്, ഈ രണ്ട് വേർഡുകളാണ് ഉള്ളത്. ഇതിൽ അഗ്രോസിൻ്റെ മീനിങ് ഫീൽഡ് എന്നും നോമോസിൻ്റെ മീനിങ് ടു മാനേജ്, അതായത് മാനേജ്മെന്റ് എന്നുമാണ്. നമുക്കപ്പോൾ ഒറ്റ വാക്കിൽ അഗ്രോണമി എന്ന് ചോദിച്ചാൽ ഒരു ഫീൽഡ് മാനേജ്മെന്റ് ആണെന്ന് പറയാം. അതായത് ഒരു ക്രോപ്പ് നിൽക്കുന്ന ഫീൽഡിന്റെ മാനേജ്മെന്റ്. ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ അഗ്രോണമി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് അഗ്രികൾച്ചറൽ സയൻസ് that deals with methods which provide favorable environment to the crop for higher productivity. അടുത്ത ഡെഫിനേഷനിൽ അഗ്രോണമി ഓൾസോ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് agricultural science which deals with the principles and practices of soil, water and crop management. ഇത് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് സോയിൽ, വാട്ടർ ആൻഡ് ക്രോപ്പ് മാനേജ്മെന്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാനേജ്മെന്റ്? ഫോർ, ഒന്നാമത്തെ ഡെഫിനേഷനിൽ പറഞ്ഞ പോലെ ഫോർ ഹയർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഒരു ക്രോപ്പ് ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ ആ ക്രോപ്പ് നിൽക്കുന്ന എൻവിറോൺമെന്റ്, അതായത് ആ ഫീൽഡിന്റെയും എൻറ്റയർ മാനേജ്മെന്റ്, അതിന്റെ സോയിൽ മാനേജ്മെന്റ്, ന്യൂട്രിയൻ മാനേജ്മെന്റ്, വാട്ടർ മാനേജ്മെന്റ്, വീഡ് മാനേജ്മെന്റ്, ക്രോപ്പുമായി ബന്ധപ്പെട്ട എല്ലാ മാനേജ്മെന്റും, ആ ക്രോപ്പിന്റെ ഹയർ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മാനേജ്മെന്റുമാണ് ഈ അഗ്രോണമി കൊണ്ട് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് ഇതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു നെക്സ്റ്റ് അഗ്രികൾച്ചറിന്റെ അതുപോലെ തന്നെ അഗ്രോണമിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പാർട്ട് നോക്കുകയാണെങ്കിൽ ഇതും ഞാൻ പറയാം, ഇതിൽ ചില ഈവൻസും അത് ഏത് വർഷമാണ് നടന്നതെന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിലുള്ളത്. അപ്പോൾ ഇതും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഹിസ്റ്ററി കൂടുതൽ കൊടുത്തിട്ടുണ്ട്. SR റെഡ്ഡിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് അഗ്രോണമിയിൽ നല്ല ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് അങ്ങ് വായിക്കുക. മെയിൻ ആയിട്ടുള്ള ഇവന്റ്സ് നമുക്കിവിടെ പറഞ്ഞു പോകാം. ഇത് ഓരോന്നും ഞാൻ ഇങ്ങനെ വായിക്കുന്നില്ല, മെയിൻ ആയിട്ടുള്ള നമുക്ക് നോക്കാം. ഇപ്പം മനുഷ്യന്റെ, അതായത് ഹോമോ സാപ്പിയൻസ് വന്നതിന് ശേഷമാണ് ഈ അഗ്രികൾച്ചറും മനുഷ്യനോടൊപ്പം തന്നെ ഇവോൾവ് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യം ഇവര് ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പിന്നെയാണ് ഈ മൃഗങ്ങളൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് ഹോമോ സാപ്പിയൻസിന്റെ കൂടെ ഡോഗിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തായിരുന്നു. അത് മെയിനായിട്ട് ഹണ്ടിങ്ങിനൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് അഗ്രികൾച്ചർ പർപ്പസിന് അല്ലെങ്കിൽ ഹ്യൂമൻ കൺസംഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് അവർ യൂസ് ചെയ്യുന്നത് ഷീപ്പിനെയാണ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത്. 8700 BC ഷീപ്പിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. 7700 BC ഗോട്ടിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് തുടങ്ങി. ഫസ്റ്റ് കൾട്ടിവേറ്റ് ചെയ്ത ക്രോപ്സ് ആണ് വീറ്റും ബാർലിയും. അത് 7500 BC. അതുപോലെ അടുത്ത ക്രോപ്പ് വരുന്നതാണ് മെയ്സ്. അത് 4400 BC കൾട്ടിവേറ്റ് ചെയ്ത് തുടങ്ങിയത്. ഈ ഓരോ വർഷവും അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കുമ്പോൾ റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഇപ്പം മെയ്സിൻ്റെത് 4400 BC സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ഡിജിറ്റിന്റെ നേരെ പകുതി, അതായത് ഹാഫ് ആണ് 2200 BC. 2200 BC ഇവർ റൈസ് കൾട്ടിവേറ്റ് ചെയ്ത് തുടങ്ങിയത്. ഇതുപോലെ ഓരോ ഇയർ അല്ലെങ്കിൽ ഓരോ കാലഘട്ടവും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈവന്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇപ്പോൾ ഏതൊക്കെ ക്രോപ്സ് ആണ് ഏതൊക്കെ കാലഘട്ടത്തിലാണ് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ വീൽ ഇൻവെന്റ് ചെയ്തത്, പ്ലൗ ഇൻവെന്റ് ചെയ്തത് ഏതൊക്കെ ഇയറിലാണ്, അത് ഈ ചാർട്ട് വെച്ച് ഓർത്ത് വെക്കുക. അടുത്തത് മേജർ സയന്റിസ്റ്റ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് അഗ്രികൾച്ചർ. സോ അഗ്രികൾച്ചറിൽ ഒത്തിരി ഡിസിപ്ലിൻസ് ഉണ്ട്. ഓരോ ഡിസിപ്ലിൻസും നമുക്ക് കുറേ സയന്റിസ്റ്റ് ഉണ്ട്, അവരുടെ കുറേ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ
അഗ്രികൾച്ചർ അറ്റ് എ ഗ്ലാൻസ് ആ ബുക്കിൽ ആർ.കെ. ശർമ്മയുടെ ബുക്കിൽ ഫസ്റ്റത്തെ 2 ചാപ്റ്റർ നോക്കിയാൽ ഒരുവിധം അഗ്രികൾച്ചറും അഗ്രോണമിയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സയൻറ്റിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻസും അവരുടെ ബുക്സും ചില ഫൗണ്ടേഴ്സ് ഫാദേഴ്സ് അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞു പോകുന്നതാണ്. ഇപ്പോൾ വാൺ ഹെൽമണ്ട് ആണ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരുന്നത്. പ്ലാന്റ്സ് റിക്വയർ ഓൺലി വാട്ടർ ആൻഡ് ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് വെജിറ്റേഷൻ ഈസ് വാട്ടർ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യമായിട്ട് തന്നത് വാൺ ഹെൽമണ്ട് ആണ്. പിന്നെ ജെത്രോ ടൂൾ നമുക്കറിയാം ഫാദർ ഓഫ് ടില്ലേജ് ആണ്, ഫാദർ ഓഫ് വീഡ് സയൻസ് ആണ്. ഇമ്പോർട്ടൻറ്റ് പബ്ലിക്കേഷൻ ആയ ഹോഴ്സ് ഹസ്ബൻഡറി ഇത് ജെത്രോ ടൂളിൻ്റെ ആണ്. ഹോഴ്സ് ഡ്രോൺ കൾട്ടിവേറ്റർ ജെത്രോ ടൂളിൻ്റെ ആണ്. അതുപോലെ ലൈബിക്കിന് പറയുകയാണെങ്കിൽ ലോ ഓഫ് മിനിമം കൊണ്ടുവന്ന ലൈബിക്കാണ് ഫൗണ്ടർ അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ അഗ്രികൾച്ചറൽ കെമിസ്ട്രി ലൈബിക്കിൻ്റെ ആണ്. ബോസിൻഗോൾട്ടും ആർതർ യങ്ങും. ഈ ബോസിൻഗോൾട്ടാണ് ഫീൽഡ് പ്ലോട്ട് എക്സ്പെരിമെന്റ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്തത്. അതുപോലെ ആർതർ യങ് ആണ് പോട്ട് കൾച്ചർ എക്സ്പെരിമെന്റ്സ് ഇനിഷ്യേറ്റ് ചെയ്തത്. ആർതർ യങ്ങിന്റെ ഇമ്പോർട്ടന്റ് പബ്ലിക്കേഷൻ ആണ് ആനൽസ് ഓഫ് അഗ്രികൾച്ചർ. അതുപോലെ തന്നെ ബോസിൻഗോൾട്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് പ്ലാന്റ്സ് ഡിറൈവ് കാർബൺ ഫ്രം എയർ. പിന്നെ ലോയിസ് ആൻഡ് ഗിൽബർട്ട് ഈ അഗ്രികൾച്ചറിന്റെ അഗ്രോണമിയായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റത്തെ ഒരു എക്സ്പെരിമെന്റ് ഫീൽഡ് എക്സ്പെരിമെന്റ് സ്റ്റേഷനാണ് റോത്താംസ്റ്റഡ് എക്സ്പെരിമെന്റ് സ്റ്റേഷൻ UK ഉണ്ടായിരുന്നത്. അപ്പൊ ഇതില് ലോങ് ടേം ഫീൽഡ് എക്സ്പെരിമെന്റ് ഇനിഷ്യേറ്റ് ചെയ്തത് ഈ 2 സയന്റിസ്റ്റ് ആണ്, ലെവിസും ഗിൽബർട്ടും ആണ്. ഇതിൽ ലെവിസ് ആണ് 1942 സൂപ്പർ ഫോസ്ഫേറ്റ് മാനുഫാക്ചർ ചെയ്തത്. അതായത് റോക്ക് ഫോസ്ഫേറ്റിൽ നിന്ന് സൂപ്പർ ഫോസ്ഫേറ്റ് മാനുഫാക്ചർ ചെയ്തത് ലെവിസ് ആണ്. പിന്നെ ബ്രേ വരുവാണെങ്കിൽ ന്യൂട്രിയൻ മൊബിലിറ്റി കൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാണ്. റോബർട്ട് റാൻസം അയൺ ഷെയറിന് പേറ്റന്റ് എടുത്ത ആളാണ്. നമ്മൾ ടില്ലേജ് പഠിക്കുമ്പോൾ ബാക്കി എല്ലാ എക്യുപ്മെന്റ്സും അത് ഇൻവെന്റ് ചെയ്ത ആരാന്ന് നമ്മൾ കാണും. വോളറാണ് ആദ്യമായിട്ട് യൂറിയ സിന്തസിസ് ചെയ്തത്. പിന്നെ YLN നമുക്കറിയാം ഈ സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന രോഗമാണ് കൈറ ഡിസീസ് ഇൻ റൈസ്. ഈ കൈറ ഡിസീസ് കൊണ്ട് ഐഡന്റിഫൈ ചെയ്തത് പന്തനഗറിലെ ഈ ഒരു വൈറോളജിസ്റ്റ് ആണ് YLN. പിന്നെ ലാസ്റ്റ് വരുന്ന പീട്രോ ഡിക്രസൻസി. ചില ബുക്കിൽ പീറ്റർ ഡിക്രസൻസി എന്ന് കാണാം, കറക്റ്റ് ആയിട്ടുള്ള പീട്രോ ഡിക്രസൻസി ആണ്. അപ്പൊ ഈ പീട്രോ ഡിക്രസൻസി ആണ് ഫാദർ ഓഫ് അഗ്രോണമി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ആണ് ഓപ്പസ് റുറേലിയം കാമോഡരം. ഇത് മെയിൻ ആയിട്ടുള്ള ആർട്ടിക്കിൾസിന്റെ ഒക്കെ ഒരു കളക്ഷൻ ആണ്. അപ്പൊ ഇതൊക്കെയാണ് മേജർ സയന്റിസ്റ്റും ഈ അഗ്രികൾച്ചർ സെക്ടറുള്ള മേജർ സയന്റിസ്റ്റും അവരുടെ കോൺട്രിബ്യൂഷൻസും. നെക്സ്റ്റ് അഗ്രോ ക്ലൈമാറ്റിക് സോൺസ് ആൻഡ് അഗ്രോ ഇക്കോളജിക്കൽ റീജിയൻസും അതിന്റെ ക്ലാസിഫിക്കേഷനുമാണ്. അഗ്രോ ക്ലൈമാറ്റിക് സോൺ എന്ന് പറയുന്നത് ഇസ് എ ലാൻഡ് യൂണിറ്റ് ഇൻ ടേംസ് ഓഫ് മേജർ ക്ലൈമേറ്റ്സ് സ്യൂട്ടബിൾ ഫോർ എ സർട്ടൈൻ റേഞ്ച് ഓഫ് ക്രോപ്സ് ആൻഡ് കൾട്ടിവേഴ്സ്. അതായത് ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ 329 മില്യൺ ഹെക്ടർ ആണ്. ഈ 329 മില്യൺ ഹെക്ടറെ നമ്മൾ അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചും ഓരോ റീജിയനിലെ കാലാവസ്ഥ അനുസരിച്ചും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്സ് അനുസരിച്ചും ഡിവൈഡ് ചെയ്യുക. അതാണ് അഗ്രോ ക്ലൈമാറ്റിക് സോൺസ്. അഗ്രോ ഇക്കോളജിക്കൽ റീജിയൻ ആണെങ്കിൽ an area of Earth's surface characterized by distinct ecological response to microclimate as expressed by soils, vegetation, fauna and aquatic systems. ഒരു റീജിയനെ നമ്മൾ ഓരോ റീജിയനാക്കി ഡിവൈഡ് ചെയ്യാണ് ബേസ്ഡ് ഓൺ അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ക്ലൈമറ്റിന്റെ റെസ്പോൺസ് അനുസരിച്ച് അവിടുത്തെ സോയില്, അവിടുത്തെ വെജിറ്റേഷൻ, അതുപോലെ തന്നെ ഫോണ, ഫ്ലോറ, അക്വാട്ടിക് സിസ്റ്റം ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ റീജിയനെ ഡിവൈഡ് ചെയ്യണം. അതാണ് അഗ്രോ ഇക്കോളജിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. നമുക്ക് മെയിൻ ആയിട്ടും അഗ്രോ ക്ലൈമാറ്റിക് സോൺസിന് 2 ക്ലാസിഫിക്കേഷനും അഗ്രോ ഇക്കോളജിക്കൽ റീജിയൻസിന് 2 ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. അതായത് ബൈ പ്ലാനിംഗ് കമ്മീഷൻ 7th 5-year പ്ലാൻ അനുസരിച്ച് ഇന്ത്യനെ 15 അഗ്രോ ക്ലൈമാറ്റിക് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നാഷണൽ അഗ്രികൾച്ചർ റിസർച്ച് പ്രൊജക്ട് NARP അനുസരിച്ച് ഇന്ത്യനെ 131 അഗ്രോ ക്ലൈമാറ്റിക് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അഗ്രോ ഇക്കോളജിക്കൽ റീജിയൻസ് വരുവാണെങ്കിൽ നാഷണൽ ബ്യൂറോ ഓഫ് സോയിൽ സർവേ ആൻഡ് ലാൻഡ് യൂസ് പ്ലാനിംഗ് NBSS ആൻഡ് LUP പ്രകാരം 20 അഗ്രോ ഇക്കോളജിക്കൽ റീജിയൻസ് ആണ് ഇന്ത്യയിലുള്ളത്. ICARന്റെ കണക്കനുസരിച്ച് അവരുടെ ഡിവിഷൻ അനുസരിച്ച് 8 അഗ്രോ ഇക്കോളജിക്കൽ റീജിയൻസ് ആണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ ഈ ഓരോ നമ്പറും അതിനെ ആരാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. അതുപോലെ ഇതിൽ മേജർ ഇമ്പോർട്ടന്റ് വരുന്നത് ഈ അഗ്രോ ക്ലൈമാറ്റിക് സോൺസ് ബൈ പ്ലാനിംഗ് കമ്മീഷൻ ആണ്. അതായത് 15 അഗ്രോ ക്ലൈമാറ്റിക് സോൺസ് ആണ് ഇന്ത്യയിലുള്ളത് ബൈ പ്ലാനിംഗ് കമ്മീഷൻ പ്രകാരം. അത് ഇപ്പൊ ഓരോ നോക്കുവാണെങ്കിൽ വെസ്റ്റേൺ ഹിമാലയൻ, ഈസ്റ്റേൺ ഹിമാലയൻ, ലോവർ, മിഡിൽ, അപ്പർ ട്രാൻസ്ഗ്ലാൻജറ്റിക് പ്ലെയിൻസ്, ഈസ്റ്റേൺ പ്ലേറ്റ്യൂ ആൻഡ് ഹിൽസ്, സെൻട്രൽ പ്ലേറ്റ്യൂ ആൻഡ് ഹിൽസ്, വെസ്റ്റേൺ സൗത്തേൺ പ്ലേറ്റ്യൂ ആൻഡ് ഹിൽസ്, ഈസ്റ്റ് കോസ്റ്റ് പ്ലെയിൻസ് ആൻഡ് ഹിൽസ്, വെസ്റ്റ് കോസ്റ്റ് പ്ലെയിൻസ് ആൻഡ് ഹിൽസ്, ഗുജറാത്ത് പ്ലെയിൻസ് ആൻഡ് ഹിൽസ്, വെസ്റ്റേൺ ഡ്രൈ റീജിയൻ. ഈ 1 തൊട്ട് 14 വരെയുള്ള
സോൺസ് ആണ് ഇന്ത്യയുടെ രാജ്യത്തിനുള്ളിൽ വരുന്നത്. 15ാമത്തെ സോണ് ഐലൻഡ് റീജിയൻ, ഇന്ത്യയുടെ പുറത്ത്, അതായത് ആൻഡമാൻ നിക്കോബാറിന്റെ അടുത്താണ് വരുന്നത്. സോ ഈ 15 റീജിയണിലെയും ഓരോ റീജിയണും ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് കവർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓരോ റീജിയനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്സ് ഏതൊക്കെയാണ് നിങ്ങളൊന്ന് വായിച്ച് അറിഞ്ഞു വെക്കുക. അതിനുള്ള ഒരു ആങ്കർ മെറ്റീരിയൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഫർദർ റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതൊന്ന് വായിച്ചു വെക്കുക. അടുത്തത് നമ്മൾ കാണുന്നത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം നമുക്ക് കുറേ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, AICRPs ഉണ്ട്, നാഷണൽ ബ്യൂറോസ് ഉണ്ട്, ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഓരോന്നിന്റെയും അബ്രിവേഷൻസും എക്സ്പാൻഷനും ലൊക്കേഷനും നിങ്ങൾ വൃത്തിയിൽ പഠിച്ചിരിക്കുക. ഇവിടെ ഞാനിപ്പം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സും മേജർ ആയിട്ടുള്ള കുറച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സും നാഷണൽ ബ്യൂറോസും ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മാത്രം പഠിച്ചാൽ പോരാ. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ കോമ്പറ്റേറ്റീവ് ബുക്ക് ഓഫ് അഗ്രികൾച്ചർ ബൈ നേമരാജ് സുന്ദയിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും, നാഷണൽ ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ആയിക്കോട്ടെ, AICRPs ആയിക്കോട്ടെ, നാഷണൽ ബ്യൂറോസ് ആയിക്കോട്ടെ, അതിന്റെയൊക്കെ അബ്രിവേഷൻ, എക്സ്പാൻഷൻ, ചിലതിന്റെയൊക്കെ എസ്റ്റാബ്ലിഷ്മെന്റ് ഇയർ, ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വൃത്തിയിൽ പഠിച്ചു വെക്കുക. അപ്പോൾ ഈ സ്ലൈഡിൽ ഇപ്പോൾ ഒരു 15 ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഉള്ളത്. ഇതിന്റെ ഓരോന്നിന്റെ ഏതൊക്കെ രാജ്യത്താണ്, അതിന്റെ കറക്റ്റ് പ്ലേസ്, ലൊക്കേഷൻ, അബ്രിവേഷൻ, എക്സ്പാൻഷൻ കൃത്യമായിട്ട് വായിച്ചിരിക്കുക. ഞാൻ ഓരോന്നും എടുത്തെടുത്ത് വായിക്കുന്നില്ല. നെക്സ്റ്റ് കുറച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഇതും ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് വൃത്തിയിൽ വായിക്കുക. കാരണം CRI തന്നെ ഇപ്പോൾ കണ്ടോ, 2 എണ്ണം ഉണ്ട്. സെൻട്രൽ അഗ്രോ ഫോറസ്ട്രി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സെൻട്രൽ ഏവിയൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇനി ഞാൻ നെയിംഡ് ബുക്കിൽ വേറൊരു CRI ഉണ്ട്, സെൻട്രൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന്റെ പേര് ഇപ്പം മാറ്റിയിട്ട് സെൻട്രൽ ഐലൻഡ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പോർട്ട് ബ്ലെയർ, ആൻഡമാൻ, അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. കാരണം ഇപ്പോൾ ഈ CPCRIയും CPRIയും ഇത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. CPRIന്റെ ലൊക്കേഷൻ ചോദിച്ചാൽ നമ്മളിതിന്റെ എക്സ്പാൻഷൻ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ CPRI സെൻട്രൽ പ്ലാന്റേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട്, പ്ലാന്റേഷൻ കാസർഗോഡാണ്, ആ ഒരു ഉത്തരത്തിലോട്ട് പോവരുത്. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തറവായിട്ട് പഠിച്ചു വെക്കുക. മറ്റേത് CPCRI സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് തറവായിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിൽ ആൻസർ ചെയ്യരുത്, വൃത്തിയിൽ പഠിച്ചു വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മേജർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഞാൻ ഓരോന്നും എടുത്തു വായിക്കുന്നില്ല, അതിന്റെ കണ്ടിന്യൂഷൻ. ഇതിൽ ഇപ്പം ഒരു NRRI, നാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പഴയ ബുക്കിലൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ പേര് സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് കാണാൻ പറ്റുന്നത്. അതിപ്പം CRRI ആയിരുന്നു, അത് മാറി NRRI ആക്കി. അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് റൈസ് റിസർച്ച് DRR, അതിന്റെ ഇപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച് ആക്കിയിട്ടുണ്ട്, IRRR. ഈ IRRRും IRRIയും ഇറിയും അത് ഫിലിപ്പൈൻസ് ആണ്. അത് രണ്ടും നിങ്ങൾക്ക് മാറിപ്പോരുത്. പിന്നെ വേറെ ഞാൻ പറയാനുള്ളത്, ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏബയോട്ടിക് സ്ട്രെസ് മാനേജ്മെന്റ്, ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓരോന്നിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഇതുപോലെ പഠിച്ചു വെക്കുക. കാരണം ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്ന മലഗോൺ, ബാരാമതി, പൂനെ, മഹാരാഷ്ട്ര. ഇതിപ്പോ നമ്മൾ പൂനെന്ന് മാത്രം പഠിച്ചു വെച്ചു. പക്ഷെ ഈ പ്രാവശ്യത്തെ JRFന്റെ ക്വസ്റ്റ്യനിൽ ഇതിന്റെ ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. NIASMന്റെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തത്. അതിന്റെ ഓപ്ഷനിൽ പൂനെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ബാരാമതി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ മുഴുവനായിട്ട് വൃത്തിയിൽ പഠിച്ചു വെക്കുക. താഴെ കൊടുത്തിട്ടുള്ളതാണ് നാഷണൽ ബ്യൂറോസ്, വേരിയസ് നാഷണൽ ബ്യൂറോസ്, അതും അബ്രിവേഷനും ലൊക്കേഷനും ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് മേജർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഞാൻ പറഞ്ഞത് ഇത് മേജർ ആയിട്ടുള്ളത് മാത്രം കവർ ചെയ്തിട്ടുള്ളൂ. ഇത് മാത്രം പഠിച്ചാൽ പോരാ. AICRPs ഉണ്ട്, ഡയറക്ടറേറ്റ്സ് ഉണ്ട്, നാഷണൽ റിസർച്ച് സെന്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ വൃത്തിയായിട്ട് ബുക്ക് റെഫർ ചെയ്യുക, നന്ന രീതിയിൽ വായിച്ചു വെക്കുക. ചിലതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഇയറും വായിച്ചു വെക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ലെക്ചറിൽ ഡീൽ ചെയ്യാനുള്ളത്. ഇനി ഈ വർഷത്തെ 2020 സെപ്റ്റംബർ 23 നടത്തിയ JRF പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ മൊത്തം അഗ്രോണമിയിൽ 120 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇതില് ഒരു 62 ചോദ്യം, അതായത് 50% ചോദ്യം വന്നിട്ടുള്ളത് വീഡ് മാനേജ്മെന്റ്, സോയിൽ ഫെർട്ടിലിറ്റി ആൻഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ്, വാട്ടർ മാനേജ്മെന്റ്, ക്രോപ്പ് ഫിസിയോളജി, ന്യൂമറിക്കൽ. ഈ 5 ടോപ്പിക്കിൽ നിന്നാണ് 62 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ടോപ്പിക്സിന് ഇതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ വായിക്കുക. ഇതേ പാറ്റേൺ തന്നെ അടുത്ത വർഷം വരണം എന്നില്ല, പക്ഷെ ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. മറ്റേത് നോക്കുവാണെങ്കിൽ മെറ്റീരിയോളജിന്ന് 7 ക്വസ്റ്റ്യൻ, ക്രോപ്പ് പ്രൊഡക്ഷനിൽ നിന്ന് 7 ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ പഠിച്ച ഈ ലെക്ചറിൽ നിന്ന്, ഇൻട്രൊഡക്ഷൻ ലെക്ചറിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ,
പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ചാപ്റ്ററിൽ 8 ക്വസ്റ്റ്യൻ, ജനറൽ അഗ്രികൾച്ചർ 7 ക്വസ്റ്റ്യൻ, ഡ്രൈ ലാൻഡ് അഗ്രികൾച്ചർ, സ്റ്റാറ്റിസ്റ്റിക്സ് 3 ക്വസ്റ്റ്യൻസ് വെച്ച്. വേറെയും ഉണ്ട്, സീഡ്സ് ആൻഡ് സോയിങ്ങിന്റെ ഒരു 1-2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സോയിൽ ഫിസിക്സിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ആ ഒരു പാറ്റേൺ ആണ് ഈ വർഷം നമുക്ക് കാണാൻ പറ്റിയത്. കാരണം ഇതിനു മുമ്പൊന്നും 120 ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല, അതിൽ കൂടുതലായിരുന്നു. ഈ വർഷം മുതലാണ് 120 ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാൻ തുടങ്ങിയത്. പിന്നെ വേറെ ഒന്നുള്ളത്, ഈ പ്രാവശ്യത്തെ ICAR JRFന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. മെജോറിറ്റി അഗ്രോണമിയിൽ എല്ലാ കൊല്ലവും നമുക്ക് ട്രീറ്റീസ് ഒക്കെ സോൾവ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഡയറക്റ്റ്, ഒരു 70 to 80% ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിരിക്കും. നമുക്കൊന്ന് വായിച്ചാൽ തന്നെ ഓപ്ഷനിൽ നിന്ന് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്നാൽ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം കുറച്ചൊന്ന് ആലോചിച്ച് ഉത്തരം എഴുതേണ്ട, അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് വായിച്ച് ആൻസർ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻസ് ഒന്നും ഔട്ട് ഓഫ് സിലബസ് അല്ല താനും. അപ്പം എന്താന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുമ്പോൾ, ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിനി മുതൽ തറവായിട്ട് പഠിക്കുക. അതൊരു കൺസെപ്റ്റ് ഓറിയന്റഡ് ടോപ്പിക് ആണെങ്കിൽ ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു മെമ്മറി ഓർത്തിരിക്കേണ്ട ടോപ്പിക് ആണെങ്കിൽ അതിന്റെ കറക്റ്റ് പഠിച്ച് നന്ന വൃത്തിയിൽ ഓർത്തിരിക്കുക. കാരണം അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് ഇനി അങ്ങോട്ടൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഈ വർഷത്തെ JRF ക്വസ്റ്റ്യനിൽ നിന്ന് ചോദിച്ചു കണ്ട നമ്മുടെ ഇന്നത്തെ ലെക്ചറിനായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. CRIDA, അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഹൈദരാബാദ് ആണ്, അത് എവിടെയാന്ന് ചോദിച്ചു. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എബയോട്ടിക് സ്ട്രെസ് മാനേജ്മെന്റ് NIASM, അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ അത് ഓപ്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് പൂനെ മഹാരാഷ്ട്ര എന്ന് പഠിച്ചാൽ വെച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. കാരണം അതിന്റെ ഓപ്ഷനിൽ ബാരാമതി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഡ്രൈ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതായത് ഇക്രിസാറ്റ്, ക്രിഡ, AICRP, ഡ്രൈ ലാൻഡ്, ഫസ്റ്റ് KVK, ഇങ്ങനത്തെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വന്നിട്ട് അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇത് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്ത വർഷം ഏതാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇക്രിസാറ്റ് ആണെങ്കിൽ തുടങ്ങിയത് 1972-ലാണ്, ക്രിഡ സ്റ്റാർട്ട് ചെയ്തത് 1985-ലാണ്, ഫസ്റ്റ് KVK പുതുച്ചേരിയിൽ സ്റ്റാർട്ട് ചെയ്തത് 1974-ലും, AICRP ഡ്രൈ ലാൻഡ് അഗ്രികൾച്ചർ തുടങ്ങിയത് 1970s-ലാണ്. അപ്പം ഈ ഇയർ ഒക്കെ നമ്മൾ ഓർത്ത് വെക്കണം. അത് ഞാൻ പറഞ്ഞിരുന്നു, കോമ്പറ്റേറ്റീവ് ബുക്ക് ഓഫ് അഗ്രികൾച്ചർ ബൈ നേംരാജ് സുന്ദ റെഫർ ചെയ്യുക. അതിനകത്ത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഇയർ അടക്കമുണ്ട്, അത് റെഫർ ചെയ്ത് പഠിച്ചു വെക്കുക. പിന്നെ വേറെ ഒന്ന് ചോദിച്ചത്, ഹിസ്റ്ററിക്കൽ പാർട്ടിയിൽ നിന്ന് BC 4400-ല് കൾട്ടിവേറ്റ് ചെയ്യാൻ ആരംഭിച്ച ക്രോപ്പ് ഏതാണ്? അത് മെയ്സ് ആയിരുന്നു. പിന്നെ ഒരു ചോദ്യം ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനെ കുറിച്ചുണ്ടായിരുന്നു. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ നമ്മൾ ഈ ലെക്ചറിൽ, അത് ഇൻട്രൊഡക്ഷൻ ലെക്ചറിൽ വരുന്ന നമ്മളത് ഇതിനകത്ത് പറഞ്ഞില്ല. അത് ഫണ്ടമെന്റൽസ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ബുക്കിൽ, അരുൺ കത്തേന്റെ ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്ററിലുണ്ട്. അല്ലെങ്കിൽ വേറെ കുറെ ബുക്കിലും ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനെ കുറിച്ച് പറയുന്നുണ്ട്, അത് നിങ്ങൾ വായിക്കണം. പിന്നെ ഉള്ളത് അഗ്രോ എക്കോളജിക്കൽ റീജിയൻസിന്റെ ക്ലാസിഫിക്കേഷൻ ബൈ NBSS LUP, അത് ഏത് ഇയറിലാണ് അവർ ക്ലാസിഫൈ ചെയ്തതെന്നാണ്. അതിന്റെ ഓപ്ഷൻസ് അവർ തന്നത് 1996, 97, 98, 99, ഇങ്ങനത്തെ 4 വർഷമാണ് തന്നത്. അപ്പൊ അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ആൻസർ എനിക്ക് കിട്ടിയിട്ടില്ല, ഞാനത് വരും ക്ലാസ്സിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് മാത്രം ചോദിച്ചത്. അപ്പം ഓരോ ലെക്ചറും, ഞാനിവിടെ ഡീൽ ചെയ്യുന്ന ഓരോ ലെക്ചറും നിങ്ങൾ ഫർദർ റീഡിങ് ചെയ്യാം, അതിന്റെ ഒബ്ജക്റ്റീവ്സ് സോൾവ് ചെയ്യുക, മാക്സിമം തറവായിട്ട് പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.